ഹലോ, അപ്പോൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രിഡ്ജാണ് കേട്ടോ ഗൈസ്. ഫ്രിഡ്ജ് അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗിൽ വരുന്ന ഒരു സാംസങ്ങിൻ്റെ അടിപൊളി ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 18 നമ്മുടെ ഷോപ്പിലൊക്കെ. കുറച്ചും കൂടി കമ്മിയാണ് നമ്മുടെ ഓൺലൈനിലൊക്കെ മേടിക്കാനായിട്ട്. അതുപോലെ തന്നെ വാറൻറ്റി 20 ഇയേഴ്സ് വാറൻറ്റിയുള്ള കംപ്രൈസറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്ലുക്കിങ്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. പുതിയ ഫ്രിഡ്ജ് ഇപ്പോൾ കൊണ്ടുവച്ചതേ ഉള്ളൂ. അത് ഉള്ളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അതുകൊണ്ടില്ലേ ഫ്രിഡ്ജ് എന്താ പറയുക, ഫ്രീസർ, അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ മൊഡ്യൂളൊക്കെ തന്നിട്ട് കൂളിംഗ് കൺട്രോൾ, അതിൻ്റെ സ്റ്റിക്കറൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ തന്നെ മനസ്സിലാവില്ല പുതിയതാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഐസ് ട്രേ തന്നിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുള്ളൊരു ബുക്കും കൂടി അതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ അതിനകത്ത് അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ മോഡലും കാര്യങ്ങളും എഴുതിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ വന്ന് നോക്കുന്നുണ്ട്, എന്തൊക്കെയോ എടുക്കുന്നുണ്ട്, ചാടുന്നുണ്ട്. പിന്നെ സാംസങ് എന്ന് എഴുതിയത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം ഇത് മാത്രം എടുത്ത് കാണിക്കണം. പോരാത്തതിന് ഈ ഭാഗത്ത് ഒരു ചെറിയൊരു അറവ് കൂടെ വരുന്നുണ്ട്. അതായത് നമുക്ക് വെജിറ്റബിൾ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റാത്ത കിഴങ്ങ് വർഗ്ഗങ്ങളോ ഉരുളക്കിഴങ്ങ് പോലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഒരു സ്പേസും കൂടി ഈ താഴെ ഭാഗത്ത് വരുന്നുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്കിങ്. താഴെ വരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ. അതിൻ്റെ സ്റ്റിക്കറൊന്നും പൊട്ടിച്ചിട്ടില്ല, കണ്ടത് തന്നെ മനസ്സിലാവും. അത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ വെക്കാം. അതായത് ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും അധികം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കീയാണ് നമ്മുടെ സാംസങ്ങിൻ്റെ. എനിക്ക് അറിയത്തുള്ളൂ, വേറെ മോഡലിനും ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കീ ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കീ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഓപ്പൺ ആക്കുക. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഫ്രിഡ്ജിനകത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതേറ്റ് ഫ്രിഡ്ജ് മേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയിൽ എന്തൊക്കെയോ മേടിച്ച് വെച്ചിട്ടുണ്ട്. പാലും കാര്യങ്ങളും തൈരും ചോക്ലേറ്റും ഫ്രൂട്ട്സും മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, 18,000 ആണ് വരുന്നത്. ഓൺലൈനിൽ നമുക്ക് കുറച്ചും കൂടി കമ്മിയാണ്. അപ്പോൾ അത് ബാക്ക് സൈഡിൽ ഒരു ഡപ്പ, മോട്ടർ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് ബാക്ക് സൈഡിൽ വരുന്ന കാര്യങ്ങൾ. എല്ലാ ഫ്രിഡ്ജിലെ പോലെ തന്നെ ഇതിൻ്റെ ഒരു മോഡൽ എഴുതിയിട്ടുള്ളൊരു ചെറിയ ലിസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചതാണല്ലോ, അതിൻ്റെ കൂളിംഗ് കൺട്രോൾ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സാംസങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞാൻ മേടിച്ചു, അത് ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.